ഹലോ ഗായ്സ്, പാലക്കാട് സ്റ്റേഡിയത്തിൽ വന്ന വിസ്മയത്തേക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം വൈകിട്ട് 6 മണിയോടെ ഞാനും ഫാമിലിയും, അതായത് നമ്മുടെ 2 കുട്ടികളും കൂടി തന്നെ അങ്ങോട്ട് ചെന്നു. എൻട്രൻസിൻ്റെ വലതുഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 150 രൂപയാണ്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. പിന്നെ ഇടതുഭാഗത്ത് തന്നെ വലിയ പാർക്കിംഗ് ഉണ്ടായിരുന്നു. തിരക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ എൻട്രൻസ് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ എക്സിറ്റ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫാമിലിയായി പോവുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പോയത് വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. എങ്കിലും നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോയത് തന്നെ നമുക്ക് വളരെ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. ആകെ ഒരു നീല കളറിലായിരുന്നു വശം. ഒരു സീ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അവർക്കത് സാധിച്ചു. ആ ലൈറ്റിംഗ് കൊണ്ട് ഇതുവരെ നമ്മൾ കാണാത്ത ഒരുവിധം കളക്ഷൻ ഓഫ് ഫിഷസ് ആയിരുന്നു അവിടെയുള്ളത്. അണ്ടർ വാട്ടർ പാത്ത് ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് മുഴുവൻ ഏരിയയും കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ കഴിയാറാകുമ്പോൾ ഒരു അണ്ടർ വാട്ടർ പാലസും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തെത്തുമ്പോൾ നമുക്ക് മത്സ്യകന്യകമാരെ കാണാൻ പറ്റും. ഒരു 4-5 ബോക്സുകളിലായി 3 മത്സ്യകന്യകമാരായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അവർ ഓരോ രീതിയിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവ് ആയിരുന്നു അവർ. അങ്ങനെ മത്സ്യകന്യകമാരോട് ബൈ ബൈ പറഞ്ഞ് അവസാനത്തെ സെക്ഷനിൽ നിന്നും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയ ഉടനെ തന്നെ ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ടോയ്സുകൾ മാത്രം വാങ്ങിക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്രയായി. പുറത്ത് കുറച്ച് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഇത്തരമൊരു വിസ്മയ കാഴ്ച നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ ഈ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് CFM.